കിറ്റ് കാറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടോ? മാത്രമല്ല എത്ര വെറൈറ്റീസ് ഓഫ് കിറ്റ് കാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊയ് മാച്ച ആൻഡ് സ്ട്രോബെറി കിറ്റ് കാറ്റിനെ പറ്റിയാണ്. ലാസ്റ്റ് ഡേ എൻ്റെ ഓഫീസിൽ കുറച്ച് ജാപ്പനീസ് ക്ലയൻറ്റ് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ കുറച്ച് സ്വീറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ വെറൈറ്റീസ് ഓഫ് കിറ്റ് കാറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഈ കൊയ് മാച്ച എന്ന് പറയുന്നത് ആ ഒരു മാച്ച ഫ്ലേവറിൽ വരുന്ന ഒരു കിറ്റ് കാറ്റിനെയാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റിലാണ് ഈ മാച്ച ഫ്ലേവർ വരുന്നത്. വളരെ എർത്തി ഫ്ലേവറാണ്. മാത്രമല്ല മാച്ച എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമൊന്നുമല്ല, അതൊരു പുല്ലരച്ച് ചവച്ചൊരു ടേസ്റ്റാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ സ്ട്രോബെറി കിറ്റ് കാറ്റും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. രണ്ട് കിറ്റ് കാറ്റും ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഷുഗറി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പൊതുവേ നമ്മളൊരു എന്താ പറയുക അബ്രോഡിലുള്ള ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ സ്വീറ്റ്സ് ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഷുഗറി ആയിരിക്കില്ലേ, പക്ഷേ ഇത് നാച്ചുറൽ എന്താ ഫ്ലേവേഴ്സ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ അത്ര ഷുഗറി ഫീല് എനിക്ക് തോന്നിയില്ല. ഈ സ്ട്രോബെറി കിറ്റ് കാറ്റ് ഒരു സ്വീറ്റ് ടാങ്കി അല്ലെങ്കിൽ ഒരു സവർ ഫ്ലേവറാന്നൊക്കെ പറയാം. എന്തായാലും രണ്ട് കിറ്റ് കാറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതേപോലെ ഏതെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ശരി, കാണാം. ബൈ.